കുഞ്ഞാ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങാണ്. നമ്മൾ ഒരുമിച്ച് പുറത്തിറങ്ങാണ് അല്ലേ? എങ്ങോട്ടാ പോണ? ഇപ്പൊ എങ്ങോട്ടാ പോണ? ആലപ്പുഴ എക്സ്പ്ലോർ. ഒന്നുമില്ല, കൊറേ ദിവസമായിട്ട് അല്ലേ? കൊറേ ദിവസമായിട്ട് എവിടെയും പോയില്ല. വീട്ടിൽ ഒരു മാസത്തിന് മേലെ ഞാൻ വെളിയിലോട്ട്. അപ്പൊ ഞങ്ങളെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ആലപ്പുഴ എക്സ്പ്ലോർ. ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി പോയിന്നുള്ളത്, ആലപ്പുഴ അധികം പോയിട്ട് വന്നപ്പോ ഒരിക്കൽ പോയതാണ്. എന്റെ കുട്ടിക്ക് ആഗ്രഹം ബീച്ചൊക്കെ പോയി കാണണം എന്നുള്ളത് അല്ലേ? അപ്പൊ അതൊക്കെ തയ്ച്ചു കൊടുക്കാം. ദൈവം മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇതേപോലെ മഴ പെയ്താണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടനാട്? ഇതൊക്കെ സിമ്പിൾ പറഞ്ഞിട്ട് ഒരാൾ ഓട്ടുന്നുണ്ട്. ഇവിടെ വലിയൊരു കുഴി ഉണ്ട് കേട്ടോ. മനുഷ്യനതൊരു വിഷയമല്ല, നമുക്കെന്താ വിഷയമല്ലല്ലോ. അടിമുങ്ങി വെള്ളം ഫീൽ ചെയ്യില്ല തൊടുമ്പോ നിലത്ത്? ഫീൽ ചെയ്യില്ല. എനിക്ക് ആക്സിലേറ്ററിൽ ഫീൽ ചെയ്യുന്നു. വണ്ടികളൊക്കെ നിർത്തിയേക്കണം. കാരണം രാവിലെയും വൈകുന്നേരം വെള്ളം അങ്ങനെ ഫുള്ളായി കയറും. മഴ പെയ്യണമെന്നില്ല. അപ്പൊ എല്ലാ വെള്ളമായിരിക്കില്ല വൈകുന്നേരത്ത്. അപ്പൊ എല്ലാ വണ്ടിയും ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇല്ല അല്ലേ? ഇതാണ് ഞങ്ങളുടെ കുട്ടനാട്. ഇതാണ് ഞങ്ങളുടെ കുട്ടനാട്. നീ ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിച്ചാൽ കുഴപ്പം? അവൾക്ക് സ്ട്രോബെറി വേണമെന്നിങ്ങനെ അലഞ്ഞോണ്ടിരിക്കണം. സ്ട്രോബെറി ഫ്രൂട്ട് ഈ സീസണിൽ കിട്ടില്ല പറഞ്ഞു. പക്ഷെ അവൾക്ക് ഒരേ വാശി, എനിക്ക് വേണം. എന്താ വണ്ടി? എന്നത് ഉഴുന്ന് വട കഴിക്കാനാണ് നീ ആലപ്പുഴ വന്നത്? അങ്ങനല്ല, ചായ കുടിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ. ഉഴുന്ന് വട ഇല്ല. ഞാൻ ഇത് എണ്ണക്കടികളൊക്കെ കുറച്ച് കുറയ്ക്കാൻ തുടങ്ങി. എന്റെ കുട്ടിനെ അങ്ങനെ ശീലിപ്പിക്കാൻ പോണു. ഈ വലിയ കുട്ടിക്ക് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, അത് ശീലമായി പോയി. ശരി, ഇവൾക്ക് ജ്യൂസ് പറഞ്ഞു, ഞങ്ങൾക്ക് 3 ആൾക്ക് ചായ പറഞ്ഞു. ഇനി അത് കഴിച്ചിട്ട് എവിടെ പോകേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ്. ഇയാണ് പറയണ്ടേ? ഞാൻ പറഞ്ഞു എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിടാം, പക്ഷെ എവിടെ വേണമെങ്കിലും നമുക്ക് കറങ്ങാൻ പോവാം. പക്ഷെ അത് നീ സെലക്ട് ആയിട്ട് പറയണം പറഞ്ഞു. ഒരു മാസത്തോളം ഇവൾക്ക് കൊടുത്തു. ഇപ്പോഴും അറിയണില്ല, കൺഫ്യൂഷനാണ് എവിടെ പോകണം. ബീച്ച് എന്താ ഈ ബീച്ചിലുള്ളത്? വെറുതെ വൈകുന്നേരം കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാവും. നമുക്ക് നല്ല ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബീച്ചിൽ പോകണം. പിന്നെ എല്ലാവർക്കും കുറച്ച് ഷോപ്പിംഗ്. അതന്നെ അപ്പൊ എന്തിനാണ് എന്നെ വരാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ ഗൈസ്? ഇല്ലല്ല, അവളുടെ സന്തോഷം, അവളുടെ കൊച്ചു സന്തോഷങ്ങൾ നിറവേറ്റി കൊടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടിയില്ല, ഹോസ്പിറ്റലിലെ ബാഗിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. ഇപ്പൊ ആയല്ലോ, 1 മന്ത് കൂടി കഴിഞ്ഞ ആയല്ലോ. എന്റെ ജ്യൂസ് വന്നാ നോക്കാം. ഞാൻ മധുരം കഴിക്കലൊക്കെ നിർത്തി പറഞ്ഞു. അമ്മ എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞറിയോ? മധുരം കഴിക്കില്ല, തൊടില്ല എന്നൊക്കെ. ഓവർ മധുരല്ല, മധുരം ഒത്തിരി കഴിക്കുന്നില്ല. ഞാൻ കഴിക്കത്തില്ല. ഇത് ജ്യൂസ് നമ്മൾ ആവറേജ് മധുരം ഉണ്ടാവും. കുട്ടി പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്തത് എവിടേക്ക് പിന്നെ പറയും? പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അത് ഞാൻ ടൗണിൽ അപൂർവമായിട്ടല്ലേ വരുള്ളൂ. വരുമ്പോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വാങ്ങണം. പർച്ചേസ് വീട്ടിൽ, നമ്മുടെ വീട്ടിൽ പോയിട്ട് അമ്മ പാലക്കാട് പോകുമ്പോ എങ്ങനെയാണ് അതേ സെയിം പ്രോസസ്. ഇനിയിപ്പോ നേരെ കുറച്ച് എന്താണ് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത തവണ പോകുമ്പോ അടുത്ത മാസത്തേക്ക് ഉള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോ ഹോസ്പിറ്റലിലേക്ക് വേണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാനായിട്ട് കുറച്ചായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണ്ടേ? അതിനു വേണ്ടിട്ട് മനുവേട്ടന് പിന്നെന്താണ്, ഇപ്പൊ നേരെ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും. പിന്നെ പോവും. മനുവേട്ടാ, ബെഡ്ഷീറ്റ് ഇവിടെ അല്ല. ഒരാള് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇതേതാ ഫ്ലോർ നോക്ക്. ഫ്ലോർ മാറിയാ? ഫ്ലോർ മാറിയോ മനുവേട്ടാ? എനിക്കൊന്നും വേണ്ട പറഞ്ഞു. എന്നിട്ട്
ശരി എന്തായാലും ഓഫർ ഷർട്ടല്ല നോക്കാം. പോട്ട് മതി. എനിക്കറിയില്ല, മനോഹരന് അറിയില്ല കറക്റ്റ് സൈസ്. ഞാനാണ് സെലക്ട് ചെയ്യാം എപ്പോഴും. ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ബ്ലാക്ക് വേണോ? ബ്ലാക്ക് വേണ്ട, എനിക്ക് ഫുൾ ഹാഫ് വേണ്ട. ഇനി ഹാഫൊന്നും വേണ്ട. ആ ശരി, എടുത്തു. ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏതായിരിക്ക? കമന്റ് ഗൈസ്. എന്റെ സെലക്ഷൻ മോശമാണോ നോക്കട്ടെ. എന്റെ കട കാണാൻ വേണ്ടി കയറിയതല്ല, കട മൊത്തം കാലിയാക്കാൻ വേണ്ടി കയറിയതാ. ഡിക്കി ഫുള്ളായോ? ഒരു കടയിൽ കയറിയാണ് ഫുള്ളായി. ഇനി നേരെ ഇതാണ് എപ്പോഴെങ്കിലും ആലപ്പുഴ ഇനി നേരെ ഫുഡല്ലേ? ഫുഡ് കഴിക്കണം. നിന്റെ സ്ഥലത്തേക്കാണ് ശരി, അപ്പൊ വാ പോവാ. റെസ്റ്റോറൻറ്റ് അന്ന് നിനക്ക് വണ്ടി എനിക്ക് വേണ്ട. എനിക്ക് പുറത്ത് കഴിച്ച് ഒന്നും വേണ്ടാണ്ടായില്ല. നീയല്ല ഇപ്പൊ കുറെ കാലമായിട്ട് പുറത്തിറങ്ങി. മാറ്റി ചിന്തിക്കാൻ പറ്റും. ഇല്ല. ആരാ ഓർഡർ ചെയ്തത്? ഞാൻ മന്തി പറഞ്ഞത്. ശരി, ഇന്ന് മന്തി വേണ്ട പറഞ്ഞിട്ടാണ്. എനിക്ക് ബിരിയാണി താല്പര്യമില്ല, അധികം താല്പര്യമുള്ള ആളാണിത്. കുറച്ച് കഴിക്കുള്ളത് ഞാൻ കുറച്ച് കഴിക്കും. ബിരിയാണി, അച്ഛന് ചോറ് 100 കൂട്ടം കറി. അപ്പൊ ശരി, കഴിച്ചിട്ട്. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞിന്റെ ഫേവറേറ്റ് സ്പോട്ടായ എവിടെ കുഞ്ഞാ? ബീച്ച്. എന്താ ഇപ്പൊ ഇത്ര ബീച്ചിൽ ഫേവറേറ്റ് ചോദിക്കാൻ അറിയില്ല. കാരണം എല്ലാം ഒന്ന് തന്നെ, പക്ഷെ ഇപ്പൊ കുറച്ച് ഇതായിട്ട് ഇത് വന്നാണ് ഇത് ബാക്കിൽ കാണുന്നത്. അത് നിങ്ങൾ കാണിക്കാം. അതിപ്പോഴല്ല, അതിപ്പോ ഞങ്ങൾ പോണ സമയത്ത് കുറച്ച് ഇരുട്ടട്ടെ അല്ലേ? ഇരുട്ടിപ്പോ ലൈറ്റിംഗ് സെറ്റപ്പിലായിട്ട് കാണിച്ചുതരാം. ഞാൻ ബീച്ചിൽ കളിക്കാൻ തോന്നുന്നുണ്ടോ? പേടിയില്ലേ? നീ കുഞ്ചാപ്പി വന്നിട്ട് വേണ്ടേ ബീച്ചിലൊക്കെ കളിക്കാൻ? ആ യെസ്, പതുക്കെ പതുക്കെ പതുക്കെ. ആ ഞണ്ടിനെ പിടിച്ചത് നിനക്ക്. ഞണ്ട്, തിമിംഗലം, സ്രാവ്, എന്താ വേണ്ടി നീ പറഞ്ഞതൊക്കെ പിടിച്ചരാ. സൺസെറ്റ് കുറച്ചും കൂടി ഇപ്പൊ സമയം 5 മണി, ഒരു 6 മണി പോലെ. അതാണ് അതിന്റെ ഒരു. ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ടാണ്. നീ എന്ത് പറയണോ അത് നോന്ന് ഞാൻ പറയില്ല കുഞ്ഞാ. അങ്ങനെ സെക്കൻഡ് ഡേ മുടിഞ്ചാച്ച് ഇതോടെ. ഇനി ഒരു 2 നാള് താ. ഫസ്റ്റ് ഡേ ഇനി 2 നാള് താ. ഓരോ നാൾ മുടിയുമ്പോഴും இந்த டைம்ல எல்லாம் അല്ല, ഈ ടൈമിലൊക്കെ 1-2 ദിവസത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷൻ ആയിരിക്കും പോകുമ്പോൾ. അതാണ് ഒരു സങ്കടം. അതാണ് ഞാൻ മാക്സിമം നിന്നെ സന്തോഷിപ്പിക്കാന്നുള്ളതാണ്. ഒരു സന്തോഷം എൻ്റെ കയ്യിലുണ്ട്. ഇതാ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇതിലെങ്ങനെ മീൻ പിടിക്കാൻ പറ്റുന്ന ഇത്ര ചെലവ് തെറിയില്ലേ? അറിയില്ല ഗൈസ്. ബീച്ചിൽ കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നാണ്. കറക്റ്റ് ഇതാ 5:30 ആവരായി. ഞാൻ എനിക്ക് കാണിച്ചിരുതാ. നല്ലൊരു മഴക്കൂറ് ഇപ്പൊ വരും. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ കുടയൊന്നുമില്ല. പിന്നെ ഇതാ എന്റെ കൊച്ചിനെ വെച്ചിട്ട് ഓടാൻ എനിക്ക് പറ്റില്ല. കുറച്ച് ദൂരം നടക്കണം. ചായ കുടിക്കാം. അടിപൊളി. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് പറഞ്ഞാൽ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ്. കാരണം ആ സൂര്യനും പോയി, ചൂട് പോയി, നല്ല കൂളിങ്, തണുപ്പ്. മഴ പറഞ്ഞ ഗംഭീര മഴ. ഗംഭീര മഴ വരാൻ പോകും. രാവിലെ പറഞ്ഞ പോലെ തന്നെ മഴ ചതിക്കണം.
പതുക്കെ വലിയ മഴ ചാറുന്നുണ്ട്. പതുക്കെ ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഇതാ വിശക്കണം. എനിക്ക് 2 കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്ത്. യെസ്, ചെരുപ്പോടെ. അയ്യോ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിപ്പ് എൻഡിങ് ആണ്. അപ്പൊ ഞങ്ങള് അതന്നെ ഇതാ ബാക്കിൽ കണ്ട മഴക്കാറ് ഇതുകൊണ്ട് ഞങ്ങള് പോവാണ്. ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് തന്നെ. അപ്പൊ ഇനി അടുത്ത വ്ളോഗ് നാളെ എന്തൊക്കെയോ ഒരു സർപ്രൈസ് പ്ലാനുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നോക്കട്ടെ എന്താന്നുള്ളത് അറിയട്ടെ. നാളെ രാവിലെ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു നീ എന്ത് പറഞ്ഞാലും ഓക്കെ പറഞ്ഞു. ഇത്ര വലിയ സർപ്രൈസ് തന്ന ഒരാൾക്ക് ചെറിയ സർപ്രൈസ് കൊടുക്കാൻ സർപ്രൈസ് ചൊല്ലിയേ ഓടിക്കോ. ഇവിടെ മനോഹരൻ അങ്ങനെ ആലപ്പുഴ വന്നിട്ട് അധികം അങ്ങോട്ടും പോയിട്ടില്ല. അപ്പം പോകാത്തൊരു സ്ഥലം അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു സ്ഥലമാണ് പാക്കലാം. കുട്ടിച്ചക്കനല്ല, കുട്ടിച്ചക്കനോ കുട്ടിപ്പെണ്ണോ എപ്പോഴും മനോടെ ചെക്കനെ പറയുള്ളൂ. അത് ആൺകുട്ടികളെ ഒരു ഇതാണ്. അവസാനം പെൺകുട്ടി തന്നെ ആയിരിക്കും. ആ പെൺകുട്ടികളെ എന്താണ് എന്റെ കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ 3 പേരുടെയും ശരി. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് പതുക്കെ ഇവിടുന്ന് പഴംപൊരി, മുളക് ബജി ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ പതുക്കെ യാത്രയാവാൻ പോണം. ഓക്കെ, എന്താ വണ്ടി കറച്ചിയും കപ്പയും. എനിക്കതാണ് താവ് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് തരണം. എങ്ങനെയുണ്ട് ഗൈസ് അല്ലേ? ചായ, മഴ വരാൻ പോണു, ബജ്ജി, ചൂട് പഴംപൊരി. വേണ്ട, ഞാൻ ആലപ്പുഴ ബീച്ച് സൂപ്പറാട്ടാ. ആ സംഭവം നൈസായിട്ടുണ്ട്. കോഫി ഡേറ്റ്, ചിൽഡ്രൻസ് പാർക്ക് நல்லா இருக்குல்ல. பீச் பக்கத்தில் ஒரு ஃபோட்டோ ஷூட் செக்ஷன், குழந்தைங்க விளையாடுறதுக்கு. ഇത് ഇവിടെ എന്തൊക്കെയൊക്കെ ഇതാ പരിപാടി കേട്ടാ. നെക്സ്റ്റ് ഹട്ട് പോലെ ഇത് ഫുള്ളായി ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ട് നമുക്ക് ഒരു ദിവസം വരാം കേട്ടോ. ക്ലൈമറ്റ് പറഞ്ഞത് അവിടെ ഫുള്ള് മഴ വരുന്ന പോലത്തെ ക്ലൈമറ്റ് ആണ്. ബീച്ച് ഇപ്പൊ ബ്യൂട്ടി കാണാൻ നോക്കി. എൻ്റെ അമ്മോ, ഏത് ആംഗിളിൽ വെച്ചാലും ഫോട്ടോ ഫ്രെയിം അല്ലേ. അപ്പൊ എനിവേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.